ായി നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് തഖ്വ. തഖ്വയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. തഖ്വക്ക് രണ്ട് പ്രത്യേകത ഖുർആൻ പ്രധാനമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അറിയോ? ഒന്നാമത്തെ വിഷയം എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ ويكفر عنكم من سيئاتكم ويغفر لكم والله ذو الفضل العظيم يا أيها الذين آمنوا وَلَّيُّ സത്യവിശ്വാസികളെ إن تتقوا الله يجعل لكم فرقانا നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ, യജഅൽ ലക്കും ഫുർഖാനാ നന്മയേതാണ് തിന്മയേതാണെന്ന് വേർതിരിച്ചറിയാനുള്ള പ്രാപ്തി അല്ലാഹു നിങ്ങൾക്ക് നൽകും. സത്യമേതാണ് അസത്യമേതാണ്, ധർമ്മമേതാണ് അധർമ്മമേതാണ്, കെട്ടതേതാണ് നല്ലതേതാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി പടച്ചവൻ നമുക്ക് നൽകുമെന്നാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അയാളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാള് ഖുർആൻ പഠിക്കുകയാണ്. ഖുർആൻ പഠിച്ചിട്ട് അതിന്റെ അത്ഭുതങ്ങൾ ഉൾക്കൊണ്ട് ഏകദൈവാരാധനയുടെ സുന്ദരമായ ആശയങ്ങൾ കണ്ട് അയാൾ ഇസ്ലാമിലേക്ക് വരാൻ. എന്താണ് അയാളുടെ അവസ്ഥ? ഇപ്പുറത്ത് പോയ സുന്നി, അപ്പുറത്ത് പോയ മുജാഹിദ്, അവിടെ പോയ തബ്ലീഗ്, ഇവിടെ പോയ ജമാഅത്ത്. ഇനി ഏതെങ്കിലും ഒരു സംഘടന ഉള്ളിലേക്ക് അയാൾ കയറാൻ നോക്കുക. സുന്നിലേക്ക് അയാൾ കയറാൻ നോക്കുക, ഇപ്പുറത്ത് എ പി ഇപ്പുറത്ത് ഇ കെ. മുജാഹിദിലേക്ക് അയാൾ കയറാൻ നോക്കുക, ഒരുപാട് വിഭാഗങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിലേക്ക് കയറി അതിൻ്റെ ഉള്ളിലും തല്ല്, തബ്ലീഗിലേക്ക് പോയി അതിൻ്റെ ഉള്ളിലും തല്ല്. ഗ്രൂപ്പുകളും അവാന്തര ഗ്രൂപ്പുകളുമായി പിരിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. ഇവിടെ ഏതാണ് സത്യമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അള്ളാഹിന്റെ പ്രത്യേകമായ തൗഫീഖ് വേണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് എഴുന്നേറ്റാ ദുആർക്കാൻ പഠിപ്പിച്ചത്. എന്താ ദുആ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീല فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ഈ പ്രാർത്ഥന അറിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ആളൊന്ന് കൈവെക്കോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ. നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ് കൂട്ടരെ. നമ്മൾ അള്ളാഹിനോട് പറയാറില്ല, ചോദിക്കാറില്ല. നമുക്ക് തഖ്വ ഇല്ല ജീവിതത്തിന്റെ പല രംഗങ്ങളിലും. തഖ്വ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നേനെ. നമ്മുടെ ഇടയിൽ വ്യക്തമായ ഒത്തുതീർപ്പും രഞ്ജിപ്പും അല്ലാഹു ഉണ്ടാക്കിയാൻ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീൽ. ഇസ്റാഫീലിന്റെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവേ, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്. നിന്റെ തീർപ്പ് പ്രകാരം സത്യമേതാണോ അതിലേക്ക് നീ എന്നെ നയിക്കണമേ. ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് നീ നയിക്കുന്നു റബ്ബേ എന്ന ദുആ. ഈ ദുആ ചൊല്ലണമെങ്കിൽ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞുള്ള നമ്മുടെ നാട്ടിൽ 2 ആയത്തുകളുടെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയാൻ, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹാ വഹും യൽഅബൂൻ. 2 ആയത്തുകൾ. ഈ 2 ആയത്തുകളെ പണ്ഡിതന്മാർ വിശദീകരിച്ച് എങ്ങനെ അറിയോ? 2 സമയങ്ങളാക്കിയിട്ടാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. ഈ 2 സമയങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അള്ളാഹുവിന്റെ അദാബ് ഈ ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നിരിക്കുന്നത് ഈ 2 സമയത്താണ്. അതിൽ ഒന്നാമത്തെ സമയം രാത്രിയുടെ 3-ാം യാമമാണ്. 2ാമത്തെ സമയം ജീവിത സന്ധാര വേളയിൽ മനുഷ്യൻ ഏറ്റവും തിരക്ക് പിടിച്ചിട്ട് ജീവിക്കുന്ന സമയമാണ്. ദുഹായുടെ സമയമാണ്, പൂർവാഹനത്തിന്റെ സമയമാണ്. ഈ 2 സമയത്തിനും പ്രത്യേകതയുണ്ട്. രാത്രിയുടെ 3-ാം യാമത്തിന്റെ പ്രത്യേകത എന്താണ്? 1-ാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരികയും റബ്ബ് ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭം. എന്താണ് അല്ലാഹു ചോദിക്കുക? എൻ്റെ അടിമകളെ, ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിനോട് ചോദിച്ചുകൊള്ളാം, ഞാൻ നൽകാം. പാപികൾ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുക, പശ്ചാത്തപിക്കുക, ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു ചോദിക്കുന്ന സമയം. ഈ സമയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്.
കള്ളന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ്. അതിന് കാരണം എന്താ അറിയോ? നമ്മുടെ ഉറക്കത്തിൻ്റെ പ്ലഷർ ഫേസ് ഈ സമയത്താണ്. അതായത് ഉറക്കം നാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയമാണിത്. രാത്രിയുടെ 2 ഭാഗം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ പട്ടികൾ രാത്രി ഉറങ്ങൂല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ സമയമായി കഴിഞ്ഞാൽ അയറ്റ കിടന്നുറങ്ങും. ഭൂരിഭാഗം പട്ടികളും നന്ന പിരാന്ത് പിടിച്ച പട്ടികളെ ഉറങ്ങാതെക്കുള്ളൂ. ഭൂരിഭാഗം പട്ടികൾ എന്ത് ചെയ്യും? ഈ സമയത്ത് കിടന്നുറങ്ങും. എല്ലാ ജീവികളും ഉറക്കത്തിനൊരു പ്രത്യേക സുഖമുള്ളൊരു സമയമാണ് രാത്രിയുടെ 3-ാമത്തെ. അത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് എഴുന്നേറ്റ് മൂത്രിക്കാനൊക്കെ പോകണമെങ്കിൽ കണ്ണിങ്ങനെ ഉണ്ടാവുക, മുഴുവനായിട്ട് തുറക്കാൻ കഴിയൂല. അത് പഠനം നടന്ന സംഭവമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന, ഉറക്കത്തിൻ്റെ സുഖമുള്ള ഒരു സ്റ്റേജാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് എഴുന്നേൽക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ കേൾക്കണോ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون تتجافى جنوبهم അവരവരുടെ ശരീരങ്ങളെ പറിച്ചെടുക്കുകയാണ്, അവരവരുടെ തടികളെ പറിച്ചെടുക്കുകയാണ്. അനിൽ മദാജി, അവരുടെ കിടക്കകളിൽ നിന്ന്. യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അവരുടെ ശരീരങ്ങളെ കിടക്കപ്പായിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് വുളൂ എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമീകാഈല വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. അല്ലാഹുവേ, നേരായ മാർഗം കാണിച്ചു തരണമേ. ആ സമയത്ത് എഴുന്നേറ്റ് ഈ ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ തഖ്വ ഉണ്ടാകണം. എങ്കിലേ ശരീരം അങ്ങോട്ട് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ തഖ്വ നമുക്ക് നൽകുന്ന 1-ാമത്തെ ഗുണം എന്താണ്? വയജഅൽ ലക്കും ഫുർഖാന, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ളൊരു ശേഷി നമുക്കുണ്ടാകും. 2-ാമത്തെ ഒരു ഗുണമുണ്ട്. എന്താ അറിയോ? ആ ഗുണം പറഞ്ഞിരിക്കുന്നത് സൂറത്തു ത്വലാഖിലാണ്. ആ ഗുണം എന്താണ്? അല്ലാഹു പറയുന്നു, വമയ്യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നുവോ വയജഅൽ ലഹു മഖ്റജ, അവൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് ഒരു വഴി അവൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഖുതുബ പറയുന്ന മഹല്ലിൽ, കണ്ണൂർ ജില്ലയിൽ വാരം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഖുതുബ പറയുന്നത്. ആ മഹല്ലിൽ ഒരു കോഴിക്കടയുണ്ട്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ശരിക്കും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു കോഴിപ്പടിയാണ്, ചെറിയൊരു കട. അവിടെ വലിയ കച്ചവടമൊന്നുമില്ല. അവിടെ ഒരു ജോലിക്കാരനെ കൊണ്ടുവന്നു. ജോലിക്കാരനൊരു ആന്ധ്രക്കാരനാണ്, ഒരു ഹിന്ദിക്കാരനാണ്, അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അവനവിടെ ജോലിക്ക് വന്നു. പക്ഷേ അവനൊരു പ്രത്യേകത, അവർ ഭയങ്കര തഖ്വയുള്ളൊരു മനുഷ്യനാണ്. സാധാരണഗതിയിൽ ഹിന്ദിക്കാരൻ നമുക്കറിയാലോ, അവരുടെ പേര് ഭയങ്കര സംഭവമായിരിക്കും. അമീറുൽ മുസ്ലിമീൻ എന്നുള്ള പറഞ്ഞാണ് പേരുണ്ടാവുക. പക്ഷേ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. വജ്ജത്ത് പോലും മോദാൻ അറിയില്ല, ഫാത്തിഹ പോലും മോദാൻ അറിയാത്ത മുസ്ലിങ്ങളായ ആളുകൾ യു പിയിലൊക്കെ ഉണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. പക്ഷെ ഇവൻ അങ്ങനെ ആയിരുന്നില്ല. ഇവൻ നല്ല തഖ്വയുള്ളൊരു മനുഷ്യനായിരുന്നു, നല്ല സൂക്ഷ്മതയുള്ളൊരു മനുഷ്യൻ. 5 വക്ത് നിസ്കാരം കൃത്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കടയിൽ ആളും കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷെ ബാങ്ക് കൊടുത്ത് ഞാൻ ഷട്ടറിടും. ഓൻ ഷട്ടറിട്ട് പള്ളിയിൽ പോകും. അവിടെ നിസ്കരിച്ച് ഓൻ്റെ ദുആയും അദ്കാറുകളൊക്കെ കഴിഞ്ഞിട്ട് ഓൻ വീണ്ടും കടയിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ. അങ്ങനെ അവസാനം ഈ മുതലാളിക്ക് കംപ്ലൈൻറ്റ് പോയി. ഒരുപാട് ആളുകൾ പോയി പരാതി പറഞ്ഞു, ഇതൊന്നും ശരിയാവില്ല, പിന്നെ ഇവനിങ്ങനെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, അതവിടെ ശരിയാവില്ല. അവസാനം ആ മുതലാളി സൈകിട്ടിട്ട് അവനോട് ഒഴിവാക്കി. ഓൻ നാട്ടിലേക്ക് പോയി, തിരിച്ചു പോയി. ഇവനെ ഒഴിവാക്കിയപ്പോൾ ആ കടയുടെ കച്ചവടം കുത്തനെ താഴ്ന്നു. അവിടെ കച്ചവടം ഇല്ലാണ്ടായി, ആളുകൾ വരാണ്ടായി. ഭയങ്കര അത്ഭുതമാണ്. കാരണം ഒരു ചെറിയ സ്ഥാപനമായി അയാൾ തുടങ്ങിയത് ഒരു വലിയ സംരംഭമായി വളർന്നു. ഇവനെ ദീനിയായ ഒരു മനുഷ്യനാണ്, തഖ്വയുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട്
ആ നാട്ടിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളും ഈ കടയിൽ കോഴി വാങ്ങാൻ വരും. ഓൻ്റെ കൈ കൊണ്ട് അറുത്തിട്ട് തിന്നാലേ അവർക്ക് റാഹത്താവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും. ഇവൻ അവിടെ നിന്ന് പോയതോടുകൂടി വേറെ ഏതോ 2 അണ്ണാച്ചിമാരെ അവിടെ പിടിച്ചു നിർത്തി. ആരും വരണ്ടായി. കച്ചവടം കുറഞ്ഞു, തകർന്നു. കട പൂട്ടേണ്ട അവസ്ഥ വരുന്നായപ്പോൾ ഈ കടക്കാരൻ തന്നെ അവനെ നാട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ വരണം, പോവരുത്, നീ നിൻ്റെ കുടുംബമായിട്ട് വരണം. അവന് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിന്നോ, ഇവിടെ നിനക്ക് അക്കോമഡേഷൻ ഉണ്ട്. നീ ബാങ്ക് കൊടുത്ത പള്ളിയിലേക്ക് പോയിക്കോ, ഒരു പ്രശ്നമില്ല, നിന്നെ ആരും ഒന്നും പറയില്ല. അങ്ങനെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നവിടെ മുന്നത്തേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ അവൻ്റെ കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും താമസിക്കാനുള്ള അക്കോമഡേഷൻ അടക്കം കൊടുത്തിട്ട് അവനങ്ങോട്ട് തിരിച്ചു വന്നു. ഒമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹനെ ആര് സൂക്ഷിച്ചുവോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും.